കാന്തി ഫ്രഷായി ഇറങ്ങി ചുറ്റുപാടും ആകെ ഒന്ന് നോക്കി. കുറച്ചു മുമ്പ് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ട് അതിനകത്തേക്ക് ഓടിയതാണല്ലോ അവൾ. പുറത്തവളെ നോക്കി ഭരതുണ്ടാകാതെ ഇരിക്കില്ല. ഞാനിവിടെ തന്നെ ഉണ്ട്. പുറത്തേക്ക് തലയിട്ട് നോക്കുന്ന കാന്തിക്ക് മുന്നിൽ വന്നുകൊണ്ട് ഭരത് പറയുമ്പോൾ നന്നായി ഒന്ന് ചിരിച്ചു കാണിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി. ചന്ദ്രു പോയി കുളിച്ചിട്ട് വാ. ആ ലാസിയോട് ഞാൻ ചിപ്സൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞിട്ടാ വന്നത്. വേഗം പോയാൽ ചൂടോടെ അതൊക്കെ കഴിക്കാം. ഭരതിനെ ഒന്ന് നോക്കി കണ്ണാടിക്ക് മുന്നിൽ വന്ന് ക്രീം പുരട്ടി അവൾ. നിനക്കെന്താ കാന്തി, ഇതിപ്പോ അവൾക്ക് നിന്നോട് ദേഷ്യം കൂടില്ലേ? അവൾ പറഞ്ഞത് കേട്ടൊന്ന് തല കുടഞ്ഞുകൊണ്ട് അല്പം ഗൗരവത്തോടെ ചോദിച്ചു ഭരത്. ഓ പിന്നെ, അല്ലെങ്കിൽ പിന്നെ അവൾക്ക് എന്നോട് ദേഷ്യമില്ലാത്തതുപോലെ. അവൾക്ക് എന്നോട് നല്ല ദേഷ്യമുണ്ട് ചന്ദ്രു, അത് ഞാൻ ശ്രദ്ധിച്ചു. ഇനിയിപ്പോ നമ്മുടെ കല്യാണം കഴിഞ്ഞത് അറിഞ്ഞിട്ട് വന്നതാണോ എന്തോ? കാന്തി ആലോചനയോടെ പറയുമ്പോൾ ഭരത് സംശയത്തോടെ അവളെ നോക്കി. അതൊന്നും സാരമില്ല, ഒക്കത്തിന് ഞാനും വസുവും വഴി കണ്ടിട്ടുണ്ട്. ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് കാന്തി കണ്ണിറുക്കി അടച്ചു. അടി കിട്ടുന്ന വഴിവല്ലതുമായിരിക്കും, അതല്ലേ രണ്ട് സ്ഥിരം കാണിച്ചു വെക്കുന്നത്. ഭരത് അതും പറഞ്ഞുകൊണ്ട് ബാത്റൂമിലേക്ക് കയറിയതും കാന്തി ചുണ്ടൊന്ന് കോട്ടി. ഇന്നിപ്പോ ഏത് പൂവിന്റെയാ ഇട്ടത്? ബാത്റൂം ഡോർ തുറന്നുകൊണ്ട് പുറത്തേക്കൊന്ന് തലയിട്ടു ഭരത്. അത് കേട്ടതും കാന്തി അവനെ സംശയത്തോടെ നോക്കി. അത് മനസ്സിലായതുപോലെ അവന്റെ നോട്ടം അവളുടെ ഇടുപ്പിലേക്ക് നോക്കി. ആ മുഖത്ത് ഒരു കള്ളത്തരമില്ലേ? ഭരതിനെ ചൂഴ്ന്നു നോക്കിക്കൊണ്ട് കാന്തി ഇടുപ്പിൽ കൈകൊത്തി. വന്ന് നോക്കിക്കോ, അവൾ കൂസലില്ലാതെ പറഞ്ഞുകൊണ്ട് കണ്ണാടിയിൽ നോക്കി തലമുടി ഉടക്കെടുത്തു നിന്നു. ദേഹത്തിഴയുന്ന കൈവിരൽ ശ്രദ്ധിച്ച കാന്തി ഞെട്ടലോടെ തിരിഞ്ഞൊന്നു നോക്കി. പിന്നിൽ ഒരു വശ്യമായ ചിരിയോടെ നിൽക്കുന്ന ഭരതിനെ കണ്ടതും അവളുടെ കണ്ണുകൾ രണ്ടും വല്ലാതെ വിടർന്നുപോയി. നോക്കട്ടെ? അവളുടെ കാതിനരികിൽ നനവ് പറ്റിയ കുഞ്ഞു രോമങ്ങൾ ഒതുക്കി വെച്ചുകൊണ്ട് ഭരത് പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചത് കേട്ടതും കാന്തി ഒന്ന് മൂളിക്കൊണ്ട് അവനോട് അല്പം കൂടെ ചേർന്ന് നിന്നു. ഞാൻ നോക്കും. ഭരത് ചിരിയോടെ അവളുടെ നെറ്റിയിലൊന്ന് ചുണ്ടു ചേർത്തുകൊണ്ട് പറഞ്ഞു. നോക്കിക്കോ, ഇഷ്ടപ്പെട്ട നാളെ ചന്ദ്രന് വേണ്ടി ഞാൻ കുറച്ച് വാങ്ങിത്തരാം. കാന്തി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞത് കേട്ടതും അവനൊന്ന് കണ്ണുരുട്ടിക്കൊണ്ട് അവളുടെ കവളിൽ അമർത്തി ഒന്ന് കടിച്ചു. ആ, എനിക്ക് വേദനിച്ചു. കവൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ അവന്റെ നെഞ്ചിൽ പിടിച്ചു ഒന്ന് പിന്നിലേക്ക് തള്ളി. അതിനുവേണ്ടിയാണല്ലോ തന്നത്. തന്നെ നിന്ന് മാറി നിൽക്കുന്നവളെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് ഭരത് പറയുമ്പോൾ പിണക്കത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കിയവൾ. ഭരത്, ഓ ഈ പിശാച് ഇതെല്ലാം നശിപ്പിക്കും. റൊമാൻറ്റിക് മൂഡായി വന്നതായിരുന്നു. പുറത്തെ ഡോറിൽ തട്ടിയുള്ള ലാസിയുടെ ശബ്ദം കേട്ടതും അവരിൽ നിന്ന് മാറി നിന്ന് കാന്തി പല്ല് കടിച്ചു. പിന്നെ അവനെ നോക്കിയൊന്ന് കണ്ണിറക്കിക്കൊണ്ട് വേഗം പോയി ഡോർ തുറന്നു. പെട്ടെന്നായതുകൊണ്ട് തന്നെ അവളെ പിടിച്ചു നിർത്താനൊന്നും ഭരതിന് പറ്റിയില്ല. കൂടെ ഡ്രസ്സ് ഇടാനും. താനൊരു ടവലിൽ മാത്രമാണെന്ന് ഓർത്തതും ഭരത് വേഗം തിരിഞ്ഞ് അവനുള്ള ഡ്രസ്സ് എടുത്തു. എന്താ ചേച്ചി, ചന്ദ്രു കുളി കഴിഞ്ഞിപ്പോ ഇറങ്ങിയതേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടേക്ക് വന്നോളാം. ചേച്ചി ചായയൊക്കെ എടുത്തു വെച്ചേക്ക്. ചന്ദ്രനോട് ഞാൻ പറഞ്ഞത് ചേച്ചിയാണ് ചിപ്സ് ഉണ്ടാക്കുന്നതെന്ന്. ഭരതിന്റെ മുറിയിൽ നിന്നും ഇറങ്ങി വരുന്ന കാന്തിയെ കണ്ട ഞെട്ടലിൽ നിൽക്കുമ്പോഴാണ് ലാസിയെ നോക്കി നന്നായി ഒന്ന് ചിരിച്ചു കാണിച്ചുകൊണ്ട് കാന്തി പറയുന്നത്. ഇവിടെ? കാന്തി എന്താ ഇവിടെ? ഭരതിന്റെ റൂമിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ലാസി അപ്പോഴും ഞെട്ടലിൽ തന്നെയാണ്. എനിക്ക് ഈ വീട്ടിലെ എല്ലാ റൂമും ഒരുപോലെയാണല്ലോ ചേച്ചി, അങ്ങനെ വന്നതാ ഇവിടേക്ക്. ഇനിയിപ്പോ ഞാൻ ചന്ദ്രനെയും കൊണ്ട് വന്നേക്കാം, ചേച്ചി പൊയ്ക്കോ. കാന്തി അല്പം ബലമായി തന്നെ ലാസിയെ മുൻപിലേക്കൊന്ന് തള്ളിക്കൊണ്ട് ആ ഡോറൊന്ന് അടച്ചു. അവളെ ചെറുതായി ദേഷ്യം പിടിപ്പിച്ച സന്തോഷത്തെ തിരിഞ്ഞു നോക്കിയ കാന്തി കാണുന്നത് രൂക്ഷമായ നോട്ടത്തിൽ നിൽക്കുന്ന ഭരതിനെയാണ്. ഇനിയിപ്പോ ഇയാൾക്ക് എന്താണ് പ്രശ്നം? അവന്റെ നിൽപ്പത്ര പന്തിയുള്ളതല്ല എന്ന് തോന്നിയപ്പോ കാന്തി ഒന്ന് ചിരിച്ചു. ഞാൻ ഇവിടെ ഏത് കോലത്തിലാണ് നിൽക്കുന്നതെന്ന് ഓർക്കാതെ നിന്നോട് ആരാടി പോയി ഡോർ തുറക്കാൻ പറഞ്ഞത്? ഭരത് കലിപ്പിൽ ചോദിക്കുമ്പോഴാണ് നേരത്തെ അവനൊരു ടവലിലാണ് നിന്നതെന്ന കാര്യം കാന്തി ഓർക്കുന്നത് തന്നെ. ആ ഓർമ്മയിൽ അവൾ വേഗം തന്നെ അവന്റെ അരികിലേക്ക് നടന്നു. നിങ്ങളുടെ വല്ലതും കണ്ടോ ആ പെണ്ണ്? അതാണോ ഞെട്ടലോടെ അവിടെ തന്നെ നിന്നത്? ദൈവമേ, ഞാൻ കരുതി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതിന്റെ ഞെട്ടലിലായിരിക്കുമെന്ന്. കാന്തി നെഞ്ചി കൈ കൊടുത്തുകൊണ്ട് വിളിച്ചു പറഞ്ഞത് കേട്ടതും ഭരത് പല്ല് കടിച്ചുകൊണ്ട് അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി. ദേ, നിന്റെ ചെവി പിടിച്ച് പൊന്നാക്കണമെങ്കിൽ മിണ്ടാതെ നിന്നോണം, അറിയാലോ എന്നെ. അവന്റെ കണ്ണുരുട്ടലിൽ വേഗം തലകുലുക്കിപ്പോയി കാന്തി. ഇവിടെ നിന്ന് പെട്ടെന്ന് പോയില്ലെങ്കിൽ ലാസി ഉണ്ടാക്കി വെച്ച ചിപ്സൊക്കെ ആ വസു ഒറ്റയ്ക്ക് തിന്നു തീർക്കും എന്ന പേടിയുണ്ട് അവൾക്ക്. എന്നാ പിന്നെ നമുക്ക് വേഗം താഴേക്ക് പോകാം. ഇന്ന് ലാസിയെ കൊണ്ട പാചകമല്ല, ചുമ്മാ വലിഞ്ഞു കയറി വന്ന് താമസിക്കുന്നതല്ലേ, ഇങ്ങനെയെങ്കിലും മുതലാക്കാം. ഭരതിന്റെ കൈ പിടിച്ച് പുറത്തേക്ക് നടക്കുന്നതിനിടെ അവൾ പറഞ്ഞത് കേട്ടതും ഭരത് ഒരു ദീർഘശ്വാസം എടുത്തു. ഞാൻ രോഹിത്തിനെ ഒന്ന് വിളിച്ചാലോ? അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ലാസി ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോയാലോ? ഭരത് സംശയത്തോടെ ചോദിക്കുമ്പോൾ കാന്തി അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവർ പറയുന്നതൊന്നും ഇവർ കേട്ടില്ലെങ്കിലോ? മാത്രവുമല്ല, ഇത്രയും വർഷങ്ങൾ വിളിക്കാതിരുന്നിട്ട് ഇപ്പൊ വിളിച്ച ആൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഓർത്തു. കാന്തി ചോദിക്കുമ്പോൾ ആണ് അങ്ങനെ ഒരു കാര്യം പോലും അവൻ ഓർത്തത്. പലതും മറന്നുപോയ കൂട്ടത്തിൽ രോഹിത്തിനെയും മറക്കാൻ ശ്രമിച്ചു എന്നുള്ളത് നേരാണ്. പഴയതൊന്നും ആലോചിക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെയാണ്. ഭരത് നെറ്റി തുളയ്ക്കുന്ന വേദന കൊണ്ട് തലയിൽ അമർത്തി പിടിച്ചു. എന്തു പറ്റി ചന്ദ്രു? അവന്റെ ആ പ്രവൃത്തിയിൽ പേടിയോടെ അവനെ ചേർത്ത് പിടിച്ചുപോയി കാന്തി. ഹേ, ചെറിയൊരു തലവേദന.
ഭരത് നിറയാൻ തുടങ്ങിയ കാന്തിയുടെ കണ്ണിൽ നോക്കി ചെറുചിരിയോടെ പറയുമ്പോൾ അവൾ വെപ്രാളത്തോടെ അവനോട് ചേർന്ന് നിന്നു. താഴെ നിന്ന് ഈ കാഴ്ച കണ്ട ലാസ്യ പകയോടെ കണ്ണുകൾ അടച്ചു. കുറച്ചു നേരം കിടക്കണോ ചന്ദ്രു? കാന്തി ഒരു വെപ്രാളത്തോടെ ഭരത്തിന്റെ കവിളിൽ കൈവച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അവൻ ചിരിയോടെ ഒന്ന് കണ്ണ് ചിമ്മി കാണിച്ചു. ഒന്നുമില്ലടി, നമുക്ക് താഴേക്ക് പോകാം. നിന്റെ ശത്രുവിനെ കൊണ്ട് ചിപ്സൊക്കെ ഉണ്ടാക്കി വെപ്പിച്ചതല്ലേ? ടെൻഷനോടെ നിൽക്കുന്ന കാന്തിയുടെ മൂക്കിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ഭരത് ചോദിക്കുമ്പോൾ അവളുടെ മുഖമൊന്ന് കൂർത്തു. താഴേക്ക് പോകാം, വസു നോക്കിയിരിക്കില്ലേ? കാന്തിയുടെ തോളിൽ കൈയിട്ട് താഴേക്കുള്ള സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ അവൻ ഓക്കെയല്ലേ എന്ന രീതിയിൽ കാന്തി ഒന്നുകൂടെ അവനെ നോക്കി. ഞാൻ ഓക്കെയാണടി ഭാര്യ, ഇല്ലെങ്കിൽ എന്നെ ഇങ്ങനെ താങ്ങാൻ ഈ ഒരാൾ മാത്രം മതിയല്ലോ. ഭരത് ചിരിയോടെ പറയുമ്പോൾ അത് ഇഷ്ടപ്പെട്ടതുപോലെ കാന്തിയുടെ മുഖം ഒന്ന് വിടർന്നു. താഴെ ആ മൂച്ചേട്ട നമ്മളെ നോക്കി ദയിപ്പിക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ അവരുടെ സ്വഭാവം പുറത്തു വരുന്നുണ്ട്. രഹസ്യമായി കാന്തി പറയുമ്പോൾ ഭരത് ഒന്നുകൂടെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഞങ്ങൾക്കുള്ള ചായ എടുക്ക് ചേച്ചി, കൂടെ ചന്ദ്രുവിന് ഇഷ്ടപ്പെട്ട ചിപ്സും. കാന്തി വിളിച്ച് പറഞ്ഞുകൊണ്ട് സെറ്റിയിലേക്ക് ഇരിക്കുമ്പോൾ വസു നല്ലൊരു ചിരിയോടെ അവളോട് ചേർന്നിരുന്നു. മാധവനും നളിനിയും കൂടെ അപ്പുറത്ത് കാന്തിയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ചില സമയങ്ങളിൽ അവർ ഇവിടെയും ഇവർ അങ്ങോട്ടുമൊക്കെ പോകുന്നത് പതിവാണ്. ഇനിയിപ്പോൾ രാത്രി ഭക്ഷണമൊക്കെ അവിടെ നിന്നും കഴിച്ചിട്ടായിരിക്കും വരുന്നത്. ഇത് ഭരതിനാണ്. കുങ്കുമപ്പൂവൊക്കെ ഇട്ട പാലാണ്. ആന്റി പറഞ്ഞിരുന്നു ഭരതിന് ഇത് ഇഷ്ടമാണെന്ന്. വസുവിനും കാന്തിക്ക് ചായ കൊടുത്ത് ഒരു സ്പെഷ്യൽ ഗ്ലാസ്സിൽ ഭരതിനുള്ള പാല് നീട്ടിക്കൊണ്ട് ലാസി പറയുമ്പോൾ കാന്തി അവളുടെ കയ്യിലിരിക്കുന്ന ഗ്ലാസ്സിലേക്കൊന്ന് എത്തി നോക്കി. കാഷ്യൂനട്ടും ബദാമും ഒക്കെ പൊടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പണ്ടാരക്കാലത്ത്. വസുവിന്റെ ചെവിയിലായി കാന്തി പിറുപിറുക്കുമ്പോൾ അവനും തല കുലുക്കി. ഞങ്ങളുടെ ചന്ദ്രന് പണ്ടൊരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട് ചേച്ചി. അത് കഴിഞ്ഞ് വന്നപ്പോ തൊട്ട് ഈ ചന്ദ്രന് പാലെന്ന് കേൾക്കുന്നത് തന്നെ കലിയ. പാവം. കാന്തി താടിക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞത് കേട്ടതും ലാസിയുടെ മുഖമൊന്ന് വിളറിപ്പോയി. അവൾ കയ്യിൽ പാൽ ഗ്ലാസും കൊണ്ട് അതേ നിൽപ്പു നിന്നു. ചേച്ചിയെ കാണുമ്പോൾ എനിക്ക് സങ്കടം വരുന്നു. അത്രയും ആശിച്ചല്ലേ ഇതൊക്കെ തയ്യാറാക്കി കൊണ്ടുവന്നത്. പക്ഷെ സാരമില്ല, ഞാൻ കുടിച്ചോളാം. എനിക്കാണെങ്കിൽ ഇതൊന്നും ഇഷ്ടമുണ്ടായിട്ടല്ല. പിന്നെ ഭക്ഷണം വേസ്റ്റ് ആക്കുന്നത് എനിക്ക് പിടിക്കില്ല ചേച്ചി. ചന്ദ്രു തൽക്കാലം ഈ ചായ കുടിച്ചോ. കാന്തി തന്റെ കയ്യിലിരുന്ന ചായ ഭരതിന് കൊടുത്തുകൊണ്ട് ലാസിയുടെ കയ്യിലിരുന്ന ഗ്ലാസ് വാങ്ങി ഒന്ന് കുടിച്ചു നോക്കി. എന്റെ അമ്മോ പൊളി. എന്തൊക്കെ പറഞ്ഞാലും അപാര കൈപ്പുണ്യാണ് കേട്ടോ ചേച്ചിക്ക്. ഞാൻ ചായ ഇട്ട എനിക്ക് തന്നെ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ ഞാൻ മെനക്കെടാറില്ല. കാന്തി പാലൊരൽപ്പം കുടിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞത് കേട്ട് തന്റെ ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ട് ലാസ്യ കൈമുഷ്ടി ചുരുട്ടി പിടിച്ചു. നീ മാത്രം അതങ്ങനെ കഷ്ടപ്പെട്ട് കുടിക്കണ്ട, എനിക്കും താ കുറച്ച്. കാന്തി നല്ല രുചിയോടെ ആ പാലം കുടിക്കുന്നത് കണ്ട് അവളുടെ കയ്യിൽ നിന്നും ആ ഗ്ലാസ് തട്ടിപ്പറിച്ച് വാങ്ങി വസു ഒന്ന് കുടിച്ചു നോക്കി. അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടതുപോലെ അവന്റെ കണ്ണുകൾ വിടർന്നു പോയി. രണ്ടാളുടെയും കളി കണ്ടൊരു ചിരിയോടെ ഭരത് ചായ കുടിക്കുന്നുണ്ട്. അല്ല, ചേച്ചിക്ക് ചായ ഒന്നും വേണ്ടേ? ദേഷ്യത്തിൽ മുഖം തിരിച്ചു തന്റെ റൂമിലേക്ക് പോകുന്ന ലാസിയെ നോക്കി കാന്തി ഒരു സംശയത്തോടെ ചോദിച്ചു. വേണ്ട, എനിക്ക് നല്ല തലവേദന, ഞാൻ ഒന്ന് കിടക്കട്ടെ. അവനെ നോക്കാതെ പറഞ്ഞുകൊണ്ട് അവൾ റൂമിലേക്ക് നടക്കുമ്പോൾ കാന്തി ഒന്ന് അടക്കി ചിരിച്ചു. സ്വന്തമായ ഒരെണ്ണത്തിനെ കെട്ടിയിട്ട് അയാൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തൂടെ? ആ യക്ഷിക്ക് ഇതിപ്പോ വല്ലവരുടെയും കെട്ടിയോന് തന്നെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് അവൾക്ക് എന്താ ഇത്ര നിർബന്ധം? കാന്തി മുഖം കൊട്ടി പറഞ്ഞതിന് വസുവും തല കുലുക്കുന്നുണ്ട്. ഞാനിപ്പോ വരാം. വസുവിന്റെ കയ്യിലിരുന്ന പാൽ ഗ്ലാസ് പിടിച്ചു വാങ്ങി അതിൽ ബാക്കിയുണ്ടായിരുന്നതെല്ലാം കുടിച്ചുകൊണ്ട് കാന്തി അതും പറഞ്ഞ് മുകളിൽ തന്റെ റൂമിലേക്ക് ഒറ്റ ഓട്ടമായിരുന്നു. ഇനിയിപ്പോ ഇതിൽ ആ പെണ്ണുമ്പിള്ള വല്ല സോപ്പ് പൊടിയും കലക്കിയോ എന്തോ. ടേബിളിലിരിക്കുന്ന ഒഴിഞ്ഞ ഗ്ലാസ്സിലേക്ക് നോക്കി വസു പറഞ്ഞുകൊണ്ട് ടെൻഷനോടെ തന്റെ വയറിൽ പിടിച്ചു. അവനും കുടിച്ചിരുന്നല്ലോ. ഭരത് അത് കേട്ടൊരു സംശയത്തോടെ നോക്കുമ്പോൾ ഓടിപ്പോയ അതേ സ്പീഡിൽ തന്നെ തിരിച്ചിറങ്ങി വരുന്നുണ്ട് അവൾ. കയ്യിലാണെങ്കിൽ കാന്തിയുടെ ലാപ്ടോപ്പ്. അത് പിന്നെ സിനിമ കാണാലോ എന്ന് കരുതി തന്നെ നോക്കുന്ന ഭരതിനോട് ചിരിയോടെ പറഞ്ഞുകൊണ്ട് വസുവിനെ കണ്ണു കാണിച്ചവൾ. കാര്യം മനസ്സിലായില്ല എങ്കിലും അവൾക്കരികിലേക്ക് നീങ്ങിയിരുന്നവൻ രണ്ടാളെയും നോക്കി അമർത്തിയൊന്ന് മൂളിക്കൊണ്ട് ഫോണിലേക്ക് ശ്രദ്ധ കൊടുത്തു ഭരത്. അയ്യേ, നീ കാണണ്ട. ലാപ്പ് ഓണാക്കി കുറച്ചു കഴിഞ്ഞ് മുന്നിൽ തെളിഞ്ഞു വരുന്ന ദൃശ്യത്തെ ലാപ്പ് തനിക്ക് നേരെ തിരിച്ചു വെച്ചുകൊണ്ട് കാന്തി പറയുമ്പോൾ വസു അവളെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി. ഒരാൾ തുണി മാറുന്നത് ഒളിഞ്ഞു നോക്കിയെന്ന പേര് നമുക്ക് വേണ്ടട വസുവേ. വസുവിന്റെ വീർത്ത കവിളിൽ ഒന്ന് പിടിച്ചു വലിച്ച് കൊഞ്ചലോടെ അവൾ പറയുമ്പോൾ വസു തല കുലുക്കി. കാന്തി പറഞ്ഞാൽ പിന്നെ ഒരു നോ പറയില്ല അവൻ. എന്തെങ്കിലും ഒപ്പിക്കുന്നുണ്ടോ രണ്ടും? അവർ രണ്ടാളുടെയും പിറുപിറുക്കൾ കേട്ട് ഫോണിൽ നിന്ന് ഉയർത്തി ഭരത്. ഇല്ലല്ലോ, ഞങ്ങൾ ഹെഡ്സെറ്റ് വെക്കുന്ന കാര്യം പറഞ്ഞതാ. കയ്യിലിരുന്ന ഇയർബഡ്സ് ഉയർത്തി കാണിച്ച് അത് ചെവിയിൽ വെച്ചു കാന്തി. ഒരെണ്ണം വസുവിനും കൊടുക്കാൻ മറന്നില്ലവൻ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്ക്, എനിക്കിപ്പോ ഒരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ പുറത്ത് കാണും. ഭരത് പറഞ്ഞുകൊണ്ട് ഫോണുമായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരുപോലെ രണ്ടും തല കുലുക്കി. ഭരത് അങ്ങ് പോയെന്ന് കണ്ടതും രണ്ടാളുടെയും ശ്രദ്ധ ലാപ്പിന്റെ സ്ക്രീനിലേക്ക് നീണ്ടു. ലാസിയുടെ റൂമാണതിൽ. ഡ്രസ്സ് മാറി റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് അവൾ. നല്ല ദേഷ്യത്തിലാണെന്ന് ആ മുഖം കണ്ടാലറിയാം. അവളുടെ ഓരോ പ്രവൃത്തിയും സൂക്ഷ്മമായി നിരീക്ഷിച്ചു കാന്തി. ഏട്ടാ, ഈ കാന്തി അവൾ ഒന്നിനും സമ്മതിക്കുന്നില്ല. എനിക്കാകെ ഭ്രാന്ത് പിടിക്കുന്നു. ലാസിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നതും അതെടുത്തവൾ സംസാരിക്കുന്നതും നോക്കി കാത് കൂർപ്പിച്ചു രണ്ടാളും. ഏട്ടനോ? അപ്പൊ രോഹിത്തേട്ടനാണോ അത്? അയാളും കൂടെ അറിഞ്ഞിട്ടാണോ ഇവളിവിടെ വന്നത്?
കാന്തി ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ വസുവും സംശയത്തിൽ ഇരുന്നു പോയി. രോഹിത്തേട്ടനോടാകുമോ അവൾ സംസാരിക്കുന്നത്? കാന്തി മുന്നിലെ സ്ക്രീനിലേക്ക് തന്നെ നോക്കി ചോദിക്കുമ്പോൾ വസു അറിയില്ല എന്ന പോലെ ഇരുന്നു. എങ്കിലും അവന് സൂക്ഷ്മതയോടെ ലാസ്യയുടെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ട്. ഒന്നിനും അവൾ അടങ്ങിയില്ല എങ്കിൽ കൊന്നുകളയാനും മടിക്കില്ല ഞാൻ. അവൾക്കെന്നെ അറിയില്ല. പഞ്ഞ. ലാസ്യ പറഞ്ഞു നിർത്തുമ്പോൾ കാന്തി പല്ല് ഞെരിച്ചുകൊണ്ട് പിറുപിറുത്തു. കൂടെ ഭരതെങ്ങാനും വരുന്നുണ്ടോ എന്ന് നോക്കുന്നുമുണ്ട്. അവരോട് അടുക്കാനോ? ഏട്ടൻ എന്തായി പറയുന്നേ? രണ്ടും കാഞ്ഞ വിത്ത. ഭരതിനോട് ഞാൻ അടുക്കാൻ ശ്രമിക്കുമ്പോൾ അവൾക്കാ കൂടുതൽ ചൊറിച്ചിൽ. ചൊറിയുമടി, അങ്ങനെ എന്റെ കെട്ടിയോനാ. ലാസ്യ അമർഷത്തോടെ പറയുമ്പോൾ കാന്തി കൈമുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് പിറുപിറുത്തു. ഭരതിനോട് അവളെ കൂടുതൽ ക്ലോസ് ആകുവേണ്ട. ഞാൻ പറയുന്നത് ഭരത് വിശ്വസിക്കുമോ എന്നാ എന്റെ പേടി. ലാസ്യ കട്ടിലിൽ പോയി ഇരുന്നു കൊണ്ട് പറഞ്ഞു. ഞാൻ പിന്നെ എന്റെ ഭർത്താവിനോടല്ലാതെ നിന്റെ ഭർത്താവിനോട് ക്ലോസ് ആവണോടി വടയക്ഷി. അതിനവളുടെ കല്യാണം കഴിഞ്ഞു ഇല്ലല്ലോ? കാന്തി ലാപ്പിൽ നോക്കി കണ്ണുരുട്ടി പറയുമ്പോൾ വസു അവളെ ഒന്ന് തോണ്ടി വിളിച്ചുകൊണ്ട് ചോദിച്ചു. ഡേ, എന്റെ വായിൽ നിന്ന് നല്ലത് കേൾക്കണ്ടെങ്കിൽ അവിടെ മാറിയിരുന്നോ? ഇങ്ങനെ ഒരു മണ്ടനെ തന്നെ കിട്ടിയല്ലോ എനിക്ക്. കാന്തി തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞത് കേട്ടതും വസു അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. പിന്നെ പിണക്കത്തോടെ അവൾ കരികിൽ നിന്ന് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു. വസു പോകുന്നത് കണ്ടിട്ട് കാന്തി അവനെ ശ്രദ്ധിച്ചില്ല. അവൾ മുഖം കൊട്ടിക്കൊണ്ട് ലാസിയെ തന്നെ നോക്കിയിരുന്നു. അല്പം കഴിഞ്ഞതും സ്ക്രീനിൽ വസുവിന്റെ മുഖം തെളിഞ്ഞതും കാന്തി ഒന്ന് അന്തം വിട്ടുപോയി. കുറച്ചു മുന്നേ വരെ തന്റെ അടുത്തിരുന്നവനല്ലേ? തലവേദന എങ്ങനെയുണ്ട് ചേച്ചി, കുറഞ്ഞോ? വസു ചിരിയോടെ ചോദിക്കുന്നത് കേട്ട് ലാസി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. കൂടെ വസുവിന്റെ കയ്യിലിരിക്കുന്ന കപ്പിൽ സംശയത്തോടെ നോക്കുന്നുമുണ്ട്. കുഴപ്പമില്ല വസു, ഇത് ചോദിക്കാൻ വന്നതാണോ വസു? ലാസി ചോദിക്കുമ്പോൾ അവൻ ചിരിയോടെ തലകുലുക്കി. പിന്നെ അവൾക്ക് നേരെ തന്റെ കയ്യിലിരുന്ന ചായക്കപ്പ് ലാസിക്ക് നേരെ നീട്ടി അവൻ. അവന്റെ ഓരോ പ്രവൃത്തിയും നോക്കിയിരുന്ന കാന്തിയുടെ കണ്ണുകളൊന്ന് ചുരുങ്ങിപ്പോയി. ഇത് ഞാൻ ചേച്ചിക്ക് കൊണ്ടുവന്നതാ. തലവേദന ആണെന്ന് പറഞ്ഞില്ലേ? ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെങ്കിലും പെട്ടെന്ന് വേദന കുറയും. ഇത് വാങ്ങി കണ്ണടച്ചങ്ങ് കുടിച്ചോ. അപ്പോഴും സംശയത്തോടെ നിൽക്കുന്ന ലാസിയുടെ കയ്യിൽ ആ കപ്പും അല്പം ബലത്തിൽ വെച്ചു കൊടുത്തു വസു. അവളെ നിർബന്ധിച്ച് ആ ചായ കുടിപ്പിച്ചു കഴിഞ്ഞാണ് അവൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ഫോണിൽ രോഹിത്തുള്ളത് കൊണ്ട് തന്നെ ലാസി അധികം ബലം പിടിക്കാതെ ആ ചായ ഒറ്റയടിക്ക് കുടിച്ചു തീർത്തിരുന്നു. വസുവിനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പെട്ടെന്ന് പറഞ്ഞു വിടണം എന്നായിരുന്നു അവൾക്ക്. ആ ഏട്ടാ. വസു പോയതും ഡോർ ലോക്ക് ചെയ്തവൾ കയ്യിലിരുന്ന ഫോൺ എടുത്ത് ചെവിയിലേക്ക് ചേർത്തു. വസു കാന്തിയുടെ അരികിൽ വന്നിരുന്നതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. പക്ഷെ അത് കണ്ടിട്ടും അവൾ ശ്രദ്ധിക്കാതെ ഇരുന്നു വസു. എന്താ ഒരു സ്നേഹം, ഇത്രയേ ഉള്ളൂ. കാന്തി മുഖം വേർപ്പിച്ചുകൊണ്ട് വസു അവളെ ശ്രദ്ധിക്കാതെ അവളുടെ മടിയിലിരിക്കുന്ന ലാപ്പിലേക്ക് ശ്രദ്ധ തിരിച്ചു. രോഹിത്തുമായി സംസാരിക്കുന്നതിനിടെ വയറിൽ അമർത്തി പിടിച്ചുകൊണ്ട് ബെഡിലിരിക്കുന്ന ലാസിയെ കണ്ടതും വസുവിന്റെ മുഖം ഒന്ന് വിടർന്നു പോയി. ബാക്കി കാണാനുള്ള ആവേശത്തിൽ കാന്തിയുടെ അരികിലേക്ക് അവൻ ഒന്നുകൂടെ നീങ്ങിയിരുന്നു. അത് കണ്ടതും കാന്തി അവനെ സംശയത്തോടെ ഒന്ന് നോക്കി. എന്റെ മുഖത്തേക്ക് നോക്കാതെ നീ അങ്ങോട്ടേക്ക് നോക്ക്. പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്ത് ബാത്റൂമിലേക്ക് വേഗത്തിൽ പോകുന്ന ലാസിയെ കാണിച്ചു കൊടുത്തുകൊണ്ട് വസു കാന്തിയുടെ മുഖം പിടിച്ചു തിരിച്ചതും അവളുടെ മുഖം ഒന്ന് വിടർന്നു. ഇത് നീ കാണണല്ലേ വസു? അതേലോ. ഇപ്പൊ പിണക്കം മാറിയോ? കാന്തിയുടെ വിടർന്നു നിൽക്കുന്ന മുഖത്തേക്ക് നോക്കി ഒരു ചിരിയോടെ അവളുടെ കവിളി വലിച്ചുകൊണ്ട് വസു ചോദിക്കുന്നത് കേട്ട് സന്തോഷത്തോടെ കാന്തി തലയൊന്ന് കുലുക്കി. അല്ലെങ്കിൽ നീ എന്റെ മുത്താണ്. കുറച്ചു നേരത്തെ ഞാനിത് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. നല്ലോണം ചിരിച്ചു കാണിച്ചുകൊണ്ട് കാന്തി പറഞ്ഞതിന് വസു അമർത്തിയൊന്ന് മൂളി. അതിനൊന്ന് ചിരിച്ചുകൊണ്ട് അവനെ അങ്ങ് കെട്ടിപ്പിടിച്ചു അവൾ. പുറത്തുനിന്ന് വരുന്ന ഭരത് കാണുന്നത് ഈ രംഗമാണ്. ഇങ്ങനെ കെട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിക്കാൻ മാത്രം ഈ കുറച്ചു സമയത്തിനുള്ളിൽ എന്താ ഉണ്ടായതെന്നായിരുന്നു അവന്റെ സംശയം. അത് ചോദിക്കാൻ അവർക്കരികിലേക്ക് വരുമ്പോഴാണ് മുന്നിലെ കുഞ്ഞു ടേബിളിൽ നിവർത്തി വെച്ചിരിക്കുന്ന കാന്തിയുടെ ലാപ്പിൽ തെളിഞ്ഞു കാണുന്ന ലാസിയുടെ റൂം അവൻ ശ്രദ്ധിക്കുന്നത്. ഭരത് ഒന്ന് അമ്പരന്ന് നിൽക്കുമ്പോൾ തന്നെയാണ് വാടി തളർന്നുകൊണ്ട് ലാസി ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ബെഡിനരികിലെത്തുന്നതിന് മുന്നേ തന്നെ വയറിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവൾ തിരിച്ചു ബാത്റൂമിലേക്ക് തന്നെ കയറി. അയ്യോ, എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യടാ. എന്നാ പിന്നെ മുകളിലേക്ക് വലിഞ്ഞു കയറിക്കോ. ഹാപ്പി ജാമിൽ അങ്ങനെയല്ലേ? വസു പല്ല് മുഴുവൻ കാണിച്ചു രീലിയോടെ പറയുമ്പോൾ കാന്തി അവന്റെ തലക്കിട്ടൊരു കൊട്ടു കൊടുത്തു. രണ്ടും കൂടെ എന്തൊപ്പിച്ചു വെച്ചേക്കുവാ? അതുപോലെ ഇതെന്തുവാ? പുറകിൽ നിന്ന് കേൾക്കുന്ന ഭരതിന്റെ ശബ്ദത്തിൽ കാന്തി അബദ്ധം പറ്റിയതുപോലെ അവനെ തിരിഞ്ഞു നോക്കി. കൂടെ അവന്റെ വിരൽ മുന്നിലില്ല പിന്നെ നേർക്കാണെന്ന് കാണെ അവൾ നല്ലോണം ഒന്ന് ചിരിച്ചു കാണിച്ചു. അതില്ലേ ചന്ദ്രു? കാന്തി വേഗത്തിൽ എഴുന്നേറ്റ് ഭരതിന്റെ നെഞ്ചോട് ചേർന്ന് അവന്റെ ഷർട്ടിന്റെ ബട്ടണിൽ പിടിച്ച് കളിച്ചതും വസു മെല്ലെ അവിടെ നിന്ന് മുങ്ങാൻ ശ്രമിച്ചു. വസു, നീ എവിടെ പോകുന്നു? അത് കണ്ടതും ഭരത് അല്പം ദേഷ്യത്തിൽ വിളിച്ചു ചോദിച്ചു. അല്ലേട്ടാ, നിങ്ങൾ ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നതിനിടയ്ക്ക് ഞാൻ എന്തിനാ? അതാ ഞാൻ. അവൻ തല ചൊറിഞ്ഞൊന്ന് പരിങ്ങിയതും കാന്തി അവനെ നോക്കി പല്ല് കടിച്ചു. രണ്ടാളും പറയുന്നുണ്ടോ? ഇതെപ്പോ ചെയ്തു? ഭരതിന്റെ കണ്ണിൽ ആപ്പിലേക്ക് നീണ്ടതും കാന്തി അവനെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അവന്റെ ചുണ്ടിലൊന്ന് അമർത്തി ചുംബിച്ചു. പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ കണ്ണുമിഴിച്ചു നിന്നുപോയ ഭരതിനെ ഒന്ന് നോക്കി തന്റെ ലാപ്പ് എടുത്ത് കാന്തി വസുവിനെ പിടിച്ച് മുകളിലേക്ക് ഓടി. ആരെങ്കിലും കണ്ടോ എന്തോ? ഒരു ചമ്മലോടെ ചുണ്ട് കടിച്ചുകൊണ്ട് ഭരത് ചുറ്റുമൊന്ന് നോക്കി ചിരിയോടെ സെറ്റിയിലായിരുന്നു. എന്നാലും ഈ പെണ്ണുമ്പിള 3-4 വട്ടം ബാത്റൂമിൽ പോയതല്ലേ ഉള്ളൂ. കലക്കുമ്പോ കുറച്ച് കൂടുതൽ കലക്കിക്കൂടെ നിനക്ക്? അങ്ങനെയായിരുന്നെങ്കിൽ ആ ഭൂലോക രംഭ ആ ബാത്റൂമിൽ കിടന്നുറങ്ങിയേനെ.
വസുവിന്റെ റൂമിൽ ബെഡിലിരുന്ന് മുന്നിലെ ലാപ്പിലേക്ക് നോക്കി താടിക്ക് കൈ കൊടുത്തുകൊണ്ട് കാന്തി പറയുമ്പോൾ അവളെ നോക്കി പല്ല് കടിച്ചു വസു. ആ ഒരു ഗ്ലാസ് തന്നെ ലാസിയെ കുടിക്കുമോ എന്ന് ഉറപ്പില്ലായിരുന്നു. പിന്നെ കുറച്ചുകൂടെ കലക്കി കൊടുക്കുന്നേ. അവൻ പെറുപെറുത്തത് കേട്ട് കാന്തി അവനെ നോക്കി വെളുക്കനെ ഒന്ന് ചിരിച്ചു കാണിച്ചു. എന്നാലും ഇങ്ങനെ തളർന്നു കിടക്കുന്നത് കാണാൻ നല്ല രസം അല്ലേ? പാടിക്കുഴഞ്ഞ് ബെഡിന് കുറുകെ കിടക്കുന്ന ലാസിയെ നോക്കി കണ്ണുവിടർത്തി കാന്തി പറയുമ്പോൾ ചിരിയോടെ തലകുലുക്കി വസു. അവന്റെ നോട്ടോ മുന്നിലെ ലാപ്പിലാണ്. അപ്പൊ ഇതാ രോഹിതേട്ടൻ കൂടെ അറിഞ്ഞിട്ടാണെന്ന് ഉറപ്പിക്കാം. പെങ്ങളുടെ കണ്ണുനീർ കണ്ട് മനസ്സലിഞ്ഞതാകും. ഭരതിനെ പെങ്ങൾക്ക് കിട്ടിയ ലോട്ടറി അല്ലേ? കാന്തി ലാപ്പടച്ചു വെച്ചുകൊണ്ട് അമർഷത്തോടെ പറയുമ്പോഴാണ് ഭരത് പുറത്ത് ഡോറിൽ ചാരി നിൽക്കുന്നത് വസു കാണുന്നത്. ഏട്ടൻ. ഭരത് തങ്ങളെ ഗൗരവത്തോടെ നോക്കി നിൽക്കുന്നത് കണ്ടതും ഒന്ന് പരിങ്ങിക്കൊണ്ട് പറഞ്ഞവൻ. അത് കേട്ട് ഒന്ന് ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി അവളും. രണ്ടും കൂടെ ഒപ്പിച്ചു വെച്ചത് എന്താണെന്ന് പറഞ്ഞോ? ഇല്ലെങ്കിൽ രണ്ടിനും എന്റെ കയ്യിൽ നിന്ന് കിട്ടും. എന്തിനാ ലാസിയുടെ റൂമിൽ ക്യാമറ വെച്ചത്? ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് അകത്തേക്ക് കയറിയ ഭരത് രണ്ടാളെയും ഉറ്റുനോക്കിക്കൊണ്ട് അവിടെ കിടന്ന ടേബിളിൽ ചാരി നിന്നു. ഞങ്ങൾ അവരുടെ കള്ളത്തര എന്താ എന്നറിയാൻ ചെയ്തതായിട്ടാ. അതിന് ഫലവും ഉണ്ടായി. ലാസി ചേച്ചി വന്നിരിക്കുന്ന രോഹിതേട്ടന്റെ അറിവോടെയാണ്. കുറച്ചു മുന്നേ അവർ ഫോണിൽ സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടതാ. വസു വേഗം പറഞ്ഞത് കേട്ട് ഭരത് അവനെ അമ്പരപ്പോടെ നോക്കി. രോഹിത്തോ? ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഒന്നും ഇല്ലെങ്കിലും അവൻ അറിയാവുന്നതല്ലേ എന്നെ? ഭരത്തിന്റെ മുഖം മാറിയതും കാന്തി വേഗം എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് പോയി. അതുകൊണ്ട് തന്നെ പെങ്ങൾക്ക് ഭർത്താവായിട്ട് നിങ്ങളെ തന്നെ മതിയെന്ന് അയാൾ തീരുമാനിച്ചത്. ഇതിപ്പോ നിങ്ങൾക്ക് എന്താ കുറവ്? വീട്ടിൽ തന്നെ ജിമ്മൊക്കെ റെഡിയാക്കി ഉരുട്ടി കയറ്റിയിരിക്കുവല്ലേ. കൂടാതെ സ്വന്തമായി ബിസിനസ്, ആവശ്യത്തിൽ കൂടുതൽ പൈസ. പിന്നെ പെണ്ണുങ്ങളും അവരുടെ ആങ്ങളമാരും മൂക്കും കുത്തി വീണില്ലെങ്കിലേ ഉള്ളൂ അതിശയം. രോഹിത്തിനെ ഓർത്ത് വല്ലായ്മയോടെ നിന്ന ഭരത്തിന്റെ മുഖം മാറാൻ കാന്തിയുടെ ആ സംസാരം തന്നെ മതിയായിരുന്നു. അവളെ രൂക്ഷമായി ഭരത് നോക്കിയത് നന്നായി ഒന്ന് ചിരിച്ചു കാണിച്ചു കാന്തി. എനിക്ക് വേറൊരു ഇഷ്ടമുള്ളത് അവൻ അറിയാമായിരുന്നു കാന്തി. അവൻ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിന്നതാ. എന്നിട്ടാ ഇപ്പൊ ഇങ്ങനെ. ഭരത് ദേഷ്യത്തിൽ കൈ ചുരുട്ടുമ്പോൾ കാന്തി ഊക്കോടെ അവനെ ബെഡിലേക്ക് തള്ളി. പെട്ടെന്നായതുകൊണ്ട് തന്നെ ഭരതിന് എവിടെയും പിടികിട്ടാതെ ബെഡിലേക്ക് മറിഞ്ഞു അവൻ. നിങ്ങൾക്ക് എത്ര കാമുകയുണ്ടോ? ഇന്നിപ്പോ അതിന്റെ കണക്കെടുപ്പ് കഴിഞ്ഞിട്ട് ബാക്കി തീരുമാനിക്കാം. ബെഡിൽ നിന്ന് കാന്തിയെ നോക്കി ദേഷ്യത്തിൽ എഴുന്നേക്കാൻ നിന്ന ഭരത് അവൾ പറഞ്ഞത് കേട്ട് അമ്പരപ്പോടെ അങ്ങനെ തന്നെ കിടന്നു. പിന്നെ അവളുടെ മുഖത്ത് ദേഷ്യം കണ്ട് ഒരു ചിരിയോടെ തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് അങ്ങനെ കിടന്നു. ഇതൊക്കെ പണ്ടല്ലായിരുന്നു എന്റെ സൂര്യകാന്തി. ഇപ്പൊ എനിക്ക് ഈ ഒരൊറ്റ ഭാര്യ മാത്രമേ ഉള്ളൂ. ഭരത് ചിരിയോടെ പറഞ്ഞുകൊണ്ട് കാന്തിയെ നോക്കിയതും ആ മുഖം ഒന്നയഞ്ഞു. ചുണ്ടിൽ ഒരു ചിരിയൊക്കെ വിരിഞ്ഞു. അത് കണ്ടവൻ ചിരിയോടെ തന്നെ ഒന്ന് കണ്ണു ചിമ്മി. ശോ, ഈ ഏട്ടന്റെ ഒരു കാര്യം. വസു അവർ രണ്ടുപേരെയും നോക്കി മുഖം പൊത്തി തിരിഞ്ഞു നിന്നത് പല്ല് കടിച്ചുകൊണ്ട് അവന്റെ തോളിൽ അമർത്തി അടിച്ചു കാന്തി. എന്താടി? ദേഹം വേദനിച്ച വസു അവിടെ ഒന്ന് അമർത്തി പിടിച്ചുകൊണ്ട് കാന്തിയെ നോക്കി കണ്ണുരുട്ടി. ദേ, രണ്ടും കൂടെ അടിയിടാതെ മര്യാദയ്ക്ക് ബാക്കി കൂടെ പറ. ബെഡ് എഴുന്നേറ്റിരുന്ന കൊണ്ട് ഭരത് ഗൗരവത്തിൽ പറയുമ്പോൾ കാന്തിയും വസുവും പരസ്പരം ഒന്ന് നോക്കിക്കൊണ്ട് അവന് നേരെ തിരിഞ്ഞു നിന്നു. അവരുടെ കാര്യങ്ങളൊക്കെ അറിയാൻ ഞാൻ തന്നെ വെച്ചതാ. ഇത്രയും വർഷത്തിന് ശേഷം ചുമ്മാ ഇങ്ങോട്ട് കയറി വന്നത് എന്തിനാന്ന് അറിയണമല്ലോ. അപ്പോഴാ ഇതിന് കൂട്ടായിട്ട് രോഹിത് കൂടെ ഉണ്ടെന്നറിഞ്ഞത്. അതും അവർ ഫോണിൽ സംസാരിക്കുന്നത് കേട്ട്. കാന്തി ഗൗരവത്തിൽ പറയുമ്പോൾ ഭരത് അമർഷത്തിൽ നെറ്റിയൊന്നൊഴിഞ്ഞു. അവൻ എന്തിനാ ഇങ്ങനെ? അതല്ലേടോ ഞാൻ പറഞ്ഞേ, ഇത്രയും തങ്ക സ്വഭാവമുള്ള തന്നെ അയാൾക്ക് അളിയനായിട്ട് കിട്ടണം. ഭരത് സ്വയം ചോദിക്കുമ്പോൾ കാന്തി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞത് കേട്ട് ഭരതിന് ചിരി വന്നു. അല്ലെങ്കിൽ തന്നെ അല്പം കുശുമ്പ് കൂടുതലുണ്ട്. ഇതിപ്പോ ലാസിയുടെ കാര്യം കൂടെ ആയപ്പോ അല്പം കൂടി. ഭരത് ചിരിയോടെ ഓർത്തുകൊണ്ട് നേരെ ഇരുന്ന് അവളെ തന്റെ മടിയിലായിട്ടിരുത്തി. എന്നിട്ട് രണ്ടും കൂടെ അവൾക്ക് എന്ത് പണിയാ കൊടുത്തേ? ദേഷ്യത്തിൽ ചുവന്ന് നിൽക്കുന്ന കാന്തിയുടെ മൂക്കിൽ വലിച്ചുകൊണ്ട് ഭരത് ചോദിക്കുമ്പോൾ വേഗം തന്നെ അവൾ വസുവിന് നേരെ വിരൽ ചൂണ്ടി. അത് കണ്ട് വസു വെളുക്കനെ ഒന്ന് ചിരിച്ചു. അത് പിന്നെ ഏട്ടാ, ഞാൻ ഇത്തിരി വയറിളക്കാൻ അല്പം മരുന്ന് കൊടുത്തതാ. അതുകൊണ്ട് ഇന്നിപ്പോ ആളുടെ ശല്യമൊന്നും കാണില്ല. പാടിക്കുഴഞ്ഞ് റൂമിൽ കിടക്കുന്നുണ്ട്. വസു പറഞ്ഞത് കേട്ട് ഒന്ന് അമ്പരന്ന ഭരത് പിന്നെ ഒന്ന് അമർത്തി മൂളി. അവർ ഇത്രയല്ലേ ചെയ്തുള്ളൂ എന്നവനൊന്ന് ആശ്വസിക്കാതെ ഇരുന്നില്ല. നാളെ തന്നെ ആ രോഹിത്തിനെ കണ്ട് രണ്ട് പൊട്ടിച്ച അയാൾ മണി പോലെ എല്ലാം പറയും. പക്ഷെ വേണ്ട, ഇതിപ്പോ ആങ്ങളെയും പെങ്ങളും കൂടെ എന്താ ഒപ്പിക്കാൻ വന്നതെന്ന് നോക്കാം. കാന്തി ഭരത്തിന്റെ മടിയിൽ ഒന്നുകൂടെ കയറിയിരുന്നു കൊണ്ട് ആലോചനയോടെ പറയുമ്പോൾ അവളെ വീഴാതെ പിടിച്ചു വെച്ചവൻ കൂടെ കാന്തിയുടെ മുഖത്തേക്ക് ചിരിയോടെ നോക്കി അവളുടെ മുഖത്തുള്ള മുടിയൊക്കെ ഒതുക്കി വെച്ചു കൊടുത്തു. എന്നാലും നിങ്ങൾ പണ്ടൊരു പൂവങ്കോഴിയാണെന്ന് ഞാൻ അറിയാതെ പോയല്ലോ. ഭരതിനെ ഒന്നുകൂടെ ദേഷ്യം പിടിപ്പിക്കാൻ കാന്തി പറഞ്ഞത് കേട്ടതും അവളെ രൂക്ഷമായി നോക്കി ബെഡിലേക്ക് മറിച്ചിട്ടു ഭരത്. അത് കണ്ടതും റൂം തുറന്ന് പുറത്തേക്ക് ഓടിയിറങ്ങി വസു. കൂടെ ചിരിയോടെ ആ ഡോർ അടയ്ക്കാനും മറന്നില്ല. ഇനിയിപ്പോ അവൾ ഏട്ടന്റെ വായിലിരിക്കുന്നത് വാങ്ങിക്കൂട്ടട്ടെ. അതുവരെ പോയി ഗെയിം കളിക്കാം. പോക്കറ്റിൽ കിടന്ന ഫോൺ എടുത്തു ഒരു മൂളിപ്പാട്ടും പാടി വസു പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ അങ്ങ് റൂമിൽ ഭരതിനെ നോക്കി പേടിയോടെ കിടക്കുന്ന കാന്തിയെ നോക്കി ഒരു കള്ളച്ചിരിയോടെ അവൻ അവളുടെ ദേഹത്തേക്ക് ഒന്നുകൂടെ അമർന്നു.